السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. സമാധാനീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിലമ്പൂർ മേഖല സംഘടിപ്പിച്ച 17ാമത് മുസാബക്ക ഇസ്ലാമിക കലാസാഹിത്യ മത്സരത്തിൽ ഈ അനുഗ്രഹീതമായ വേദിയിൽ മാനവികതയെക്കുറിച്ച്, മാനവികത ഇസ്ലാമിക വീക്ഷണത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ തെര്യപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കിൽ വിരാമം കുറിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മനുഷ്യകുലത്തിന് മാതൃക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളെക്കുറിച്ചും സകല മേഖലകളെക്കുറിച്ചും കൃത്യമായി ജീവിച്ച് കാണിച്ചെത്തുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലോകത്തെ മനുഷ്യകുലത്തിന്റെ മാതൃക. ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച 6ാം നൂറ്റാണ്ടിലെ കറുത്തിലുള്ള ഇരുൾമുട്ടിയ മേഖലയിലേക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോ പെൺകുഞ്ഞാണ് ജനിച്ചതെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടിയിരുന്നൊരു ജനതയിലേക്കാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മാനവികതയുടെ, മനുഷ്യന്റെ വിലയെക്കുറിച്ച്, മനുഷ്യന്റെ സാംസ്കാരിക ഉന്നതികളെ കുറിച്ച് അവിടെ ഉത്ബോധിപ്പിക്കുന്നത്. നോക്കണം, ആ വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഖദദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ് എന്ന ഉന്നതമായ മാനുഷിക മൂല്യങ്ങളിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്തിയ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനേറെ ജീവികളോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞപ്പോ പക്ഷിക്കുഞ്ഞ് കൂടുകൂട്ടിയതിന്റെ പേരിൽ ടെന്റ് ഉപേക്ഷിച്ചു പോയ സ്വഹാബത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഉറുമ്പിനോട് പോലും കരുണ കാണിച്ച് എന്തിനേറെ ഇന്ന് നമ്മുടെ വർത്തമാന കാലത്തിലേക്ക് നോക്കുമ്പോ ഫലസ്തീനിലെ പിഞ്ചുകുഞ്ഞുങ്ങൾ, ലക്ഷക്കണക്കായ പിഞ്ചുകുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഡിസംബർ 10 ആലോചിച്ച് നോക്കണം. മാനവികതയെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ദിനങ്ങളാണ് കടന്നു പോകുന്നത്. പക്ഷേ മനുഷ്യന്റെ മാനവികതക്ക്, മനുഷ്യന്റെ മാനവികതക്ക് വില കൽപ്പിക്കാതെ അധർമ്മങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ജീവന് വിലയില്ല. മൃഗങ്ങൾക്ക് വില കൽപ്പിക്കുന്ന വില പോലും മനുഷ്യന് നൽകാത്ത അവസ്ഥയാണ് ഇന്ന് സംഘാതമായി കൊണ്ടിരിക്കുന്നത്. നാം ആലോചിച്ച് നോക്കണം, ഈ പ്രപഞ്ചവും അതിലുള്ള സകലതും പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വൈര ജീവിതത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടി വരുമ്പോൾ മൃഗങ്ങൾക്കും ഇതര ജന്തുജരാചരങ്ങൾക്കും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്ന പ്രത്യേകമായ ദുരവസ്ഥയിലാണ് നാം ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ആലോചിച്ച് നോക്കണം, ഇന്ന് പത്രനാളുകൾ നാം ഒക്കെ വായിച്ചതുപോലെ ഫലസ്തീനിന്റെ മണ്ണിൽ നിങ്ങൾ മുല്ലപ്പൂക്കൾ നട്ടുപിടിപ്പിക്കുക. എന്തുകൊണ്ട്? നാളെ അവിടെ കുഞ്ഞുങ്ങൾ അവിടെ സുഗന്ധം പരത്താനില്ല. ആ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചിരിക്കുന്നു. അവിടെ നിങ്ങൾ മുല്ലപ്പൂക്കൾ നടുക. നാളെ അവിടെ ഫലസ്തീനിൽ സുഗന്ധം പരക്കണമെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളില്ല എന്ന് ഇന്ന് താളുകൾ വായിച്ചതുപോലെ മാനവികത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും മഹോത്തരമായ ഉദാഹരണം കാണിച്ച അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് നാം മടങ്ങി പോകണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ലോകത്ത് മനുഷ്യകുലത്തിന്റെ വിജയം സാധ്യമാകൂ എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണല്ലോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യരെ, മുസാബഖയുടെ ഈ സുന്ദരമായ വേളയിൽ സാമ്പത്തിക അച്ചടക്കം ഇസ്ലാമിന്റെ രീതിശാസ്ത്രം എന്ന അതിമഹത്തായ വിഷയമാണ് എനിക്ക് സംസാരിക്കാൻ നൽകപ്പെട്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യനും എല്ലാ നിലയിലും അവന്റെ ജീവിതം സംശുദ്ധമാക്കേണ്ടതുണ്ട്. അവന്റെ സ്വഭാവത്തിൽ, അവന്റെ സംസ്കാരത്തിൽ. സ്വഭാവത്തിൽ എങ്ങനെ സംസ്കരിക്കണമെന്ന് നാം എല്ലാവരും പഠിച്ചവരാണ്, അനുഭവിച്ചവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുതൽ നമ്മൾ അനുഭവിച്ചു പോരുന്നവരാണ്, അത് കേട്ട് പഠിച്ചവരാണ്. നമ്മുടെ സമ്പത്ത് എങ്ങനെ സംസ്കരിക്കണം, നാം എങ്ങനെ സാമ്പത്തിക ശുദ്ധി കൈവരിക്കണം എന്നുള്ളത് നാം പലപ്പോഴും ആലോചിക്കാതെ പോകുന്ന ഒരു സംഭവമാണ്. പലരും ആലോചിക്കുന്നുണ്ടാവും താനും. നമ്മുടെ സമ്പത്ത് സംസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
നൽകിയ ഏറ്റവും ഒന്നാമത്തെ കടമ അത് സകാത്ത് തന്നെയാണ്. ഷഹാദത്തിന് ശേഷം, അതുപോലെ സ്വലാത്തിന് ശേഷം ഇസ്ലാമിന്റെ തൂണുകളിൽ, പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും അനുയോജ്യമായതായി മൂന്നാമതായി പറഞ്ഞത് സകാത്താണ്. സകാ എന്ന് പറഞ്ഞാൽ സംസ്കരിച്ചു എന്നാണ് അർത്ഥം. സാമ്പത്തികമായ സംസ്കരണമാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മളിൽ നടക്കുന്ന സാമ്പത്തിക അച്ചടക്കം എത്രത്തോളമുണ്ട്? സാമ്പത്തികമായ അച്ചടക്കത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കല്യാണ മാമാങ്കങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്രയും വലിയ കല്യാണ മാമാങ്കങ്ങൾ നടന്നിരുന്നു. ഒരിക്കലൊരു സഹാബി കടന്നു വന്നുകൊണ്ട് റസൂലിന്റെ അടുത്തെത്തിയപ്പോ റസൂൽ ഇങ്ങനെ സ്മെല്ല് അനുഭവിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ സഹാബ, എന്താണ് ഇത്ര നല്ല സുഗന്ധമെന്ന്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബ തിരിച്ചു പറയുന്നുണ്ട്, റസൂലേ, ഇന്നലെ എന്റെ കല്യാണമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കല്യാണത്തെ കുറിച്ച് പറയാത്ത കാലമുണ്ടെങ്കിൽ കല്യാണം അത്രയും സുരക്ഷിതമായിരുന്നു, കല്യാണം അത്രയും ലളിതമായിരുന്നു എന്നർത്ഥം. സാമ്പത്തികമായ അച്ചടക്കം സൂക്ഷിച്ചിരുന്നു. അതിലതൊക്കെ പോട്ടെ, കാലം റസൂലിന്റെ കാലത്തേക്കോ സഹാബികളുടെ കാലത്തേക്കോ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതർ, കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. കണ്ണിയത്ത് ഉസ്താദ് തന്റെ ജോലി സംബന്ധമായ മരക്കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആള് വന്നപ്പോ അദ്ദേഹത്തിന് മരക്കച്ചവടത്തിന്റെ മരം കാണിച്ചു കൊടുത്തപ്പോ ഈ മരത്തിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരും വരുമ്പോ തന്റെ കച്ചവടത്തിന്റെ, തന്റെ സമ്പത്തിന്റെ, തന്റെ കയ്യിലുള്ള കാര്യങ്ങളുടെ ന്യൂനതകൾ പറഞ്ഞു കൊടുത്ത അവസാനം മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് കച്ചവടം നിർത്തേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക അച്ചടക്കമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സാമ്പത്തികമായ അച്ചടക്കമാണ്. ഒരു നയാ പൈസ പോലും മറ്റൊരുത്തേണ്ടത് നമ്മുടെ കീശയിലേക്ക് വരാൻ പാടില്ല. മക്കൾക്ക് അർഹമായി കൊടുത്ത ഒരു നയാ പൈസ പോലും നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മൾ തിന്നുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നാറാണ്, തീയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഇനിയും സമ്പത്ത് വേണം, നമുക്ക് ഒരുപാട് സമ്പത്ത് വേണം. അതിന് വേണ്ട മാർഗങ്ങൾ നമ്മൾ എന്തും സ്വീകരിക്കും. പക്ഷേ നമുക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ്. ഒരു കവി പറഞ്ഞില്ലേ, മഹാനായ തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞില്ലേ, മഹാകവി തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞില്ലേ, ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു. നമ്മുടെ ഒരു തവള പാമ്പിന്റെ വായയിൽ നിൽക്കുമ്പോ ആ പാമ്പ് വിഴുങ്ങാനിരിക്കുകയാണ് എന്ന് അറിഞ്ഞിട്ടും ആ പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയ്ക്ക് ഇനിയും ആഗ്രഹമാണ് സമ്പത്ത് നേടണം, ആഗ്രഹങ്ങൾ നേടണം എന്നുള്ളത്. അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. സമ്പത്ത് എങ്ങനെ നേടിയാലും അതിന് സംശുദ്ധമായ സമ്പത്ത് നേടാൻ, നല്ല സംശുദ്ധിയുള്ള സമ്പത്ത് നേടാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഒരു കാര്യം കൂടി നമ്മുടെ ലൈഫിൽ കൊണ്ട് നടക്കണം, അത് ഡെയിലി ചാരിറ്റിയാണ്. നമ്മുടെ സമ്പത്ത് സംസ്കരിക്കണമെങ്കിൽ, നമ്മുടെ സമ്പത്ത് സംശുദ്ധമാവണമെങ്കിൽ നല്ല പണക്കാർക്ക് മാത്രമാണോ ചാരിറ്റി ചെയ്യാൻ സാധിക്കുക? അല്ല, പാവപ്പെട്ടവരുടെ ചാരിറ്റിയാണ്. നമ്മുടെ കീശയിൽ കാശില്ലാതിരിക്കുമ്പോൾ നൽകുന്ന നാണയത്തുട്ടുകളാണ്. നമ്മുടെ കീശയിൽ കാശില്ലാത്ത സമയത്ത് നമ്മുടെ മുമ്പിൽ കൈ നീട്ടി വരുന്നവന് നൽകുന്ന നാണയത്തുട്ടുകളാണ് നമ്മുടെ സമ്പത്തിനെ സംസ്കരിക്കുന്നത്, നമ്മെ സാമ്പത്തിക സമ്പന്നനാക്കുന്നത്, നമ്മെ സാംസ്കാരിക സമ്പന്നനാക്കുന്നത് എന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സാമ്പത്തിക ശുദ്ധിയുള്ള, സാംസ്കാരിക ശുദ്ധിയുള്ളവരെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി നന്ദി പറഞ്ഞ് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരണീയരായ വിദ്യാർത്ഥികളെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ അച്ചടക്ക ബോധമുള്ള അധ്യാപക സംഘടന സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ഇടവിട്ട വർഷങ്ങളിൽ നടത്തുന്ന ഐതിഹാസികമായ 17ാമത് ഇസ്ലാമിക കലാമേള മുസാബഖയിൽ നിലമ്പൂർ മേഖല സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മുഅല്ലിം പ്രഭാഷണ മത്സരത്തിലാണ് നാം സംഗമിക്കുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിമിന്റെ സമീപനമെന്ന പ്രസക്തവും പ്രവിശാലവുമായ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് കേവലം 4 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയെന്ന കാലികമായ ഒരു സാഹസിക ദൗത്യം നിർവഹിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആഗതനായിട്ടുള്ളത്. വിഷയത്തിന്റെ ആമുഖം നീട്ടാതെ പ്രസക്തമായ ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ സജീവ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്.
നമുക്കറിയാം, ബഹുസ്വരതയ്ക്ക് ഏറ്റവും കൂടുതൽ കേളികെട്ട മണ്ണാണ് നമ്മുടെ പവിത്രമായ ഭാരതത്തിന്റെ മണ്ണ്. ഏതൊരു മതവിഭാഗക്കാരനും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശം കൃത്യമായി പഠിപ്പിച്ചു പോയ ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു സവിശേഷമായ വിഷയത്തെ കുറിച്ചുകൊണ്ട് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ നവോത്ഥാന വിപ്ലവ മേഖലകളിലൂടെ അവരുടെ ജീവിതത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ കണ്ടറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള ഒരു മതക്കാരൻ പോലും പരിശുദ്ധമായ ദീനിന്റെ വാഹകനായി കടന്നു വരണമെന്ന് നാം ജീവിതത്തിലൂടെ അനുവർത്തമാക്കി പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ബഹുസ്വരതയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു മുസ്ലിം ഉമ്മത്ത് കാണിക്കേണ്ടത് എന്ന് അടിവരയിട്ടുകൊണ്ട് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുസൽമാന്റെ ജീവിതം എങ്ങനെയാവണമെന്ന് പരിശുദ്ധമായ ദീനിലൂടെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും, ലോകത്തിന്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ബഹുസ്വരതയിലൂടെ ഒരു ഇസ്ലാമിക ജീവിതത്തിന്റെ ചിട്ടയനുസരിച്ചുകൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നുവല്ലോ തന്റെ പ്രിയപ്പെട്ട അനുയായി വൃന്ദത്തോടുകൂടെ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തെ കൃത്യമായി പഠിപ്പിച്ച് തിയറിയിലൂടെയല്ല പ്രാക്ടിക്കലിലൂടെ കാണിച്ചു കൊടുത്തത്. അമുസ്ലിമായ ഒരു മനുഷ്യന്റെ ശവശരീരം കൊണ്ടുപോകുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൊട്ടടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് മറന്നുപോയോ? ഒരു മുസ്ലിമായ മനുഷ്യന്റെ ശവശരീരമല്ല കൊണ്ടുപോകുന്നത് അറിയാതെയാണ് എഴുന്നേറ്റ് നിന്നത് എന്ന് ചോദിക്കുന്ന സമയത്താണ് അവിടുന്ന് പറഞ്ഞത്, എനിക്കറിയാം അതൊരു മുസ്ലിമായ മനുഷ്യന്റെ ശരീരമല്ലെന്ന്. പക്ഷേ ഞാൻ അവന്റെ ശരീരത്തിലേക്ക് നോക്കിയില്ല, അവന്റെ രക്തത്തിലേക്ക് നോക്കിയില്ല, അവന്റെ സംസാരത്തിലേക്ക് നോക്കിയില്ല. ഞാൻ അവന്റെ നിറത്തിലേക്കല്ല നോക്കിയത്, അവൻ മനുഷ്യനാണോ എന്നാണ് നോക്കിയത്. മനുഷ്യന് മനുഷ്യത്വം പഠിപ്പിച്ച മാനവരാശിയുടെ വിശ്വവിമോചകൻ മുത്തശ്ശറഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ജീവിതത്തിന്റെ യഥാർത്ഥമായ അടയാളമാണ് ഏതൊരു ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് എന്ന് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ ഇസ്ലാമിനെ പഠിക്കേണ്ടത്, മറ്റുള്ളവർ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ജീവിതത്തിലൂടെയാണ്. അവിടുന്ന് പഠിപ്പിച്ചു പോയ പ്രിയപ്പെട്ട ഖുലഫാഉർ റാഷിദുകളുടെ താബിഈകളുടെ താബിഈകളുടെ സുന്ദരമായ ജീവിതത്തിന്റെ വിശുദ്ധതയിലൂടെയാണ് ബഹുസ്വരതയിലുള്ള മറ്റു മതക്കാരായ ആളുകൾ ഇസ്ലാമിനെ പുൽകേണ്ടത്, ഇസ്ലാമിനെ പഠിക്കേണ്ടത്. അതതുപോലെ അവാഹിച്ചെടുത്ത് ജീവിച്ചവരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കറകളഞ്ഞ സാത്വികരായ പണ്ഡിതന്മാർ. അവരത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. വല്ലാഹി അത്തിമറ്റ ഉസ്താദിനെ പോലെയുള്ള, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പോലെയുള്ള, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ഇന്ന് ജീവിച്ച നേതൃത്വം നൽകുന്ന മഹാന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും അവരുടെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തരുകയാണ്. ബഹുസ്വരതയിൽ മുസ്ലിം ഉമ്മത്ത് അവരെയാണ് പിന്തുടരേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് പറയാൻ ഒരുപാട് വിഷയത്തിൽ ബാക്കി വെച്ച് സമയസൂചികയിൽ മുന്നോട്ടുള്ള റൗണ്ടടിയെ ഭയപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉസാബക്കയുടെ ഈ പരിശുദ്ധമായ വേദിയിൽ സോഷ്യൽ മീഡിയ കാലത്ത് ഇസ്ലാമിക പ്രബോധനം എന്ന മഹത്തരവും പ്രവിശാലവുമായ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അതിന്റെ ഉൾഭാഗത്തെ പ്രധാനപ്പെട്ട അധ്യാപനം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം. ഇന്ന് ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ച് വളർന്നു വരുന്ന ഒരു തലമുറയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ജീവിച്ചപ്പോൾ നമ്മുടെ ഉലമാഇന്റെയും ഉമറാഇന്റെയും ഒക്കെ കാര്യം ചരിത്രവും പറയുമ്പോൾ, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം പറയുമ്പോൾ, പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ, താബിഈകളുടെ ചരിത്രം പറയുമ്പോൾ അവരൊരു വാക്ക് പറഞ്ഞാൽ അത്
നേരിട്ട് അവരുടെ വിദ്യാർത്ഥികൾ പഠിച്ച് അവർ നാനാ ഭാഗത്തേക്ക് പഠിച്ച് ഇസ്ലാമിന്റെ പ്രബോധനം തന്നെ മുത്തനബിതങ്ങൾ പരിശുദ്ധ ഹജ്ജിന്റെ അവസാന ദിവസത്തിൽ എന്നിൽ നിന്ന് കേട്ടത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ആ മനോഹരമായ അധ്യാപനം നടത്തിയപ്പോ സ്വഹാബാക്കളായ ആളുകൾ രാജ്യാന്തരങ്ങൾ സന്ദർശിച്ച് രാജ്യാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവർ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി. എന്നാൽ ഇന്നത്തെ സംവിധാനം എന്താ? വർഷങ്ങളോളം യാത്ര ചെയ്താണ് അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തി ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചത്. ഇന്ന് ഒരു ചെറുവിരൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് ഒരു അക്ഷരം എഴുതിയാൽ ഒരു ഫോട്ടോ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് എത്തിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ സെക്കൻഡുകൾ കൊണ്ട് എത്തിക്കാൻ പറ്റിയ ആധുനിക സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്കും വാട്സപ്പും തുടങ്ങിയ ട്വിറ്ററുകളും ഒക്കെ ഉപയോഗിക്കുന്ന ആധുനിക കാലത്ത് മനുഷ്യനെല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ട് പോലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ കരിവേടിത്തേക്കുവാന്ന തരത്തിലുള്ള മെസ്സേജുകളാണ്, അതിനു പറ്റിയ പിക്ചറുകളാണ്, അതിനു പറ്റിയ അധ്യാപനങ്ങളാണ് നമ്മുടെ ഇടയിലേക്ക് ധാരാളമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാരായ നമ്മൾ ദീനിനെ പഠിച്ച് മനസ്സിലാക്കിയ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. എങ്ങനെ എത്തിച്ചു കൊടുക്കണം? നമുക്ക് ഓരോരുക്കും നാം ഇരിക്കുന്ന ഒരു ബെഞ്ചിൽ നിന്ന്, നാം ഇരിക്കുന്ന ഒരു കസേരയിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ സാധിക്കും. അതിന് സെക്കൻഡുകൾ മതി. എന്നാൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ മീഡിയയിലെ മോശമായ ചിത്രങ്ങൾ, മോശമായ മെസ്സേജുകൾ, നമ്മുടെ സംഘടനയെ പറ്റി, നമ്മുടെ മതത്തെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതൊക്കെ വായിക്കുന്നതിനപ്പുറം അതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ നമ്മൾ തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററുകളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഏത് ഒരു പാറയുടെ കറുകറുത്ത പാറയുടെ മുകളിലൂടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ചെറിയ കറുത്ത ഉറുമ്പിനെ പോലും ജഗന്നിയന്താവായ തമ്പുരാൻ നിയന്ത്രിക്കുന്നു എന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ബോധത്തോടുകൂടെ നാം എത്ര രഹസ്യമായിരുന്നു കൊണ്ടത് ഉപയോഗിക്കുകയാണെങ്കിലും എന്റെ റബ്ബനെ കാണുന്നു എന്ന ബോധത്തോടുകൂടെ ഉപയോഗിച്ചുകൊണ്ട് പുണ്യനബിതങ്ങൾ പറഞ്ഞതുപോലെ എന്നെ അയക്കപ്പെട്ടത് ഒരു മുഅല്ലിമായിട്ടാണ്. ഇന്നി ബുഇസ്തു മുഅല്ലിമ. ആ ഒരു അധ്യാപനം ലോകത്തിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കഴിയും. കാരണം മദ്രസകളിൽ നാം പഠിച്ച പാഠങ്ങൾ ചെറിയ പാഠങ്ങളാണെങ്കിൽ ആ ഇസ്ലാമിന്റെ അധ്യാപനം ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് അവിടുത്തെ പിഞ്ചു മക്കളെ പോലും കൊന്നെടുക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഒരു ചോദ്യമുണ്ട്, പിഞ്ചു മക്കളെ കൊണ്ടുവരുമ്പോൾ നാളെ ചോദിക്കുമത്രേ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ കൊല ചെയ്യപ്പെട്ടത് എന്ന്. അവർക്കറിയില്ല. ഇവിടെ ഇസ്ലാമിന്റെ അധ്യാപനം പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ ഒരു സ്ത്രീയെയോ കുട്ടിയെയോ വയസ്സായ ആളുകളെയോ അവിടുത്തെ ഫലവൃക്ഷങ്ങളെയോ തകർത്തെറിയരുത് എന്ന്. ഇന്ന് അതിനെ എതിരായി കാണുമ്പോൾ നമ്മൾ കൃത്യമായി ഇസ്ലാമിന്റെ അധ്യാപനം അങ്ങോട്ട് കൊടുത്താൽ അത് മനസ്സിലാക്കാൻ ലോകം തയ്യാറാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇസ്ലാം സഹിഷ്ണുതയാണ്, സമാധാനമാണ്, ശാന്തിയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സെക്കൻഡുകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നെക്സ്റ്റ് കോർഡിനേറ്റർ സാമുദായിക സമുദ്ധാരണം സ്വായത്തമാക്കേണ്ടത് എങ്ങനെയെന്ന അതിമഹത്തായ വിഷയത്തെക്കുറിച്ച് അല്പം ചില വാക്കുകൾ കുറിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സമുദായത്തിനെ സമുദ്ധരിക്കുക എന്നുള്ളത് ആ സമുദ്ധാരണത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ ലോകത്തേക്ക് അയച്ചത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അന്ത്യം കുറിക്കുന്ന പ്രവാചക ശൃംഖല, ആ പ്രവാചകന്മാര് മുഴുവനും ഈ ലോകത്ത് നടപ്പിലാക്കിയത് സമുദ്ധാരണമായിരുന്നു, സംസ്കരണമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ശരീരവും അവന്റെ ആത്മാവുമാണ്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ശരീരത്തിന്റെ ഉന്നതിക്ക് വേണ്ടി മനുഷ്യർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ആ ശരീരത്തിന്റെ അകത്ത് കിടക്കുന്ന ആത്മാവിനെ സംസ്കരിക്കപ്പെടാതെ, ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെടാതെ പല രീതിയിലും മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് മൃഗീയതകൾ ഉടലെടുക്കുകയാണ്. മനുഷ്യർ മൃഗമായി അധപ്പതിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ അധപ്പതിക്കുന്നത് പലപ്പോഴും മൃഗത്തേക്കാൾ അധപ്പതിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട്
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമുദായത്തിന്റെ സമുദ്രണത്തിന് വേണ്ടി നമ്മൾ രംഗത്തിറങ്ങണം. എങ്ങനെയാണ് സമുദ്ധരിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടിയായി നമുക്ക് പറയാനുള്ളത്, എങ്ങനെ സമുദ്ധരിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന സ്വഹാബികൾ, അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന സൂഫിയാക്കൾ, ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ എങ്ങനെ സമുദ്ധരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നു. അതിലേറ്റവും വലുത്, ഏറ്റവും ഉദാത്തമായ മാതൃക അവർ കാണിച്ചു തന്നത് സമൂഹത്തിന്റെ മുന്നിൽ, സമുദായത്തിന്റെ മുന്നിൽ, കുടുംബത്തിൽ, വീടുകളിൽ, നാടുകളിൽ എവിടെയും നല്ലവനായി സംസ്കരിക്കപ്പെട്ടവനായി ജീവിക്കുക എന്നുള്ളതാണ്. ആ ജീവിതത്തിൽ നിന്ന് വേണം മറ്റുള്ളവർ പഠിക്കേണ്ടത്. ഇതിനാണ് പ്രഭാഷണങ്ങളുണ്ട്, അതുപോലെ ലേഖനങ്ങളുണ്ട്. പ്രഭാഷണത്തെക്കാൾ, ലേഖനങ്ങളെക്കാൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമുദ്ധരിക്കപ്പെടാൻ, ഒരു സമൂഹം സമുദ്ധരിക്കപ്പെടാൻ, ഒരു സമുദായം സമുദ്ധരിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ്. നാം സമുദ്ധരണത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. ലോകത്തെ അല്ലെങ്കിൽ സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ അല്ലെങ്കിൽ മാനവികത സമുദ്ധരിക്കുന്നവരായതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആളുകൾ സമുദ്ധാരണം പഠിക്കട്ടെ, സംസ്കരണം പഠിക്കട്ടെ. അതിനെ ഓരോ ദായിയുടെയും ഓരോ പ്രബോധകന്റെയും ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചര്യകൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിൽ നിന്ന് ആളുകൾക്ക് വെളിച്ചം കിട്ടണം. മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാന്മാരായ സൂഫിയാക്കൾ അഖിലവും അവർ കൂടുതൽ പ്രസംഗിക്കാൻ നിൽക്കാതെ, കൂടുതൽ എഴുതാൻ നിൽക്കാതെ, കൂടുതൽ മറ്റു കാര്യങ്ങൾക്ക് നിൽക്കാതെ പലപ്പോഴും അവരിൽ നിന്ന് അവർ സുന്ദരമായ രീതിയിൽ, സംസ്കരിക്കപ്പെട്ട രീതിയിൽ ജീവിച്ചപ്പോ അതിൽ നിന്ന് എത്രയോ ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവന്നു എന്നുള്ളത് ചരിത്രമാണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രഭാഷണത്തിന്റെ വകയായിക്കൊണ്ടും ആയിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ജീവിതമായിരുന്നു. ഈ ജീവിതമാണ് സമുദ്ധരിക്കാൻ ഏറ്റവും വലിയ കാര്യമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.